മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ മട്ടന്നൂരിൽ യൂത്ത് ലീഗ് റോഡ് ഉപരോധത്തിനിടെ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ആരോഗ്യമേഖലയിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, വലിയ സംഘർഷമാണോ അവിടെ ഉണ്ടായത്? ബില്ലിൽ തീർച്ചയായും ആരോഗ്യ മേഖലയിലെ അനാസ്ഥ ആരോപിച്ച് യൂത്ത് ലീഗ് ഇന്ന് ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ റോഡ് ഉപരോധ സമരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മട്ടന്നൂരിൽ ഇത്തരത്തിലുള്ള റോഡ് ഉപരോധം നടന്നത്. ഇങ്ങനെ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് പൂർണ്ണമായും വാഹനങ്ങൾ തടയരുത്, ഒരു വശത്തുകൂടി അത്യാവശ്യ ഘട്ടങ്ങളിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ കടത്തിവിടണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ച് ഈ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒരു വാഹനം ഈ പ്രതിഷേധക്കാർ തടഞ്ഞു വെച്ചതോടുകൂടിയാണ് ഈ ഒരു സംഘർഷം തുടങ്ങിയത്. പിന്നീട് പോലീസ് സമരക്കാരോട് ഇത് ഈ നിലയിൽ തുടരാനാവില്ല എന്നാവശ്യപ്പെടുകയും അവരവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഏകദേശം അരമണിക്കൂർ നേരം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ നഗരത്തിൽ കാൽടെക്സ് ജംഗ്ഷനിലും ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുള്ള ഒരു സമരം നടത്തുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. നിഖിൽ അളവൂരാണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് അല്പസമയം ഹോൾഡ് ചെയ്യാം.